Question number 7 is star defined on the set 1, 2, 3, 4, 5 by a star b is equal to LCM of a and b, a binary operation. അപ്പോൾ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ സെറ്റ് എന്ന് പറയുന്നത് എ ആയിട്ട് എടുക്കുകയാണ്. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5. അപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്താ തന്നിട്ടുണ്ട്? LCM ഓഫ് എ ആൻഡ് ബി ആണ്. അപ്പോൾ ഈ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാറിന് ബൈനറി ഓപ്പറേഷൻ ഡെഫിനേഷൻ എന്തായിരുന്നു? സ്റ്റാർ എന്ന് പറയുന്നത് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ക്രോസ് എയിൽ നിന്ന് എയിലോട്ടുള്ളൊരു ഫംഗ്ഷനാണ് സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ രണ്ട് എലമെൻറ്റ് എ ക്രോസ് എയിൽ എടുക്കുകയാണെങ്കിൽ എ സ്റ്റാർ ബി എന്ന് പറയുന്നതും എയിലുണ്ടായിരിക്കണം. രണ്ട് എലമെൻറ്റ്സ് എയിന്ന് എടുക്കുമ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് LCM ഓഫ് എയും ബിയും എന്തിലുണ്ടായിരിക്കണം? എയിലുണ്ടായിരിക്കണം. എന്നാൽ അതാണ് സ്റ്റാർ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എയ്ക്കും ബിക്കും വരാം രണ്ട് എലമെൻറ്റ്സ് എടുക്കുകയാണ്. എയും ബി എവിടുത്തെ എലമെൻ്റ് ആയിരിക്കണം? ക്യാപിറ്റൽ എയിലത്തെ എലമെൻ്റ് ആയിരിക്കണം. രണ്ട് എലമെൻറ്റ് 2ഉം 3യും എയിലുണ്ടെന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ 2 സ്റ്റാർ 3 എന്ന് പറയുന്നതും എന്തിലുണ്ടായിരിക്കണം? എയിലുണ്ടായിരിക്കണം. അപ്പോൾ നൗ 2 സ്റ്റാർ 3 എന്ന് പറയുമ്പോൾ എന്താ വരിക? LCM ഓഫ് 2 and 3 ആണ്. 2ഉം 3യും പ്രൈം നമ്പേഴ്സാണ്, റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൊഡക്റ്റ് ആയിരിക്കുമല്ലോ. 2 × 3 ആയിരിക്കുമല്ലോ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 2 × 3 ആണ് വരുന്നത്. അതായത് 6 ആണ് വരുന്നത്. 6 എന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറഞ്ഞാൽ സെറ്റിലില്ലല്ലോ. 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സ് ഉള്ളൂ. 2ഉം 3യും എയിലുണ്ടെന്ന് പറഞ്ഞെടുത്തു. പക്ഷേ 2 സ്റ്റാർ 3 എന്ന് പറയുന്നതും എയിലുണ്ടായിരിക്കണം. 2 സ്റ്റാർ 3 എന്ന് പറയുന്നത് 6 ആണ്. 6 എന്ന് പറയുന്നത് നോട്ട് എലമെൻറ്റ് ഓഫ് എ ആണ്. ഹെൻസ് സ്റ്റാർ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. സ്റ്റാർ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. Thank you.